ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക സർവേശ്വര, ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ആരംഭിച്ചു വെച്ച രക്ഷാകർമ്മത്തിൻ്റെ തുടർച്ചയെ ഞങ്ങൾ നോക്കിക്കാണുന്നു. അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തെയും അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ പുത്രൻ്റെ കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. പരിശുദ്ധ മാതാവേ, അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ മക്കളായി ഞങ്ങളും ആത്മാവിനാൽ നിറയുവാൻ അമ്മയെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ആവാസത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവനവും ജീവിതവും, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ സ്നേഹവും മുന്നോട്ടുള്ള എല്ലാ നിമിഷങ്ങളും ഞങ്ങളിപ്പോൾ ചേർത്ത് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. പരിശുദ്ധ ഉണ്ണിമേരിയുടെ നാമത്തിൽ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജനന തിരുനാളുകൾ എന്നും ഒരു മടക്കയാത്രയാണ്. ഉറവിടത്തിലേക്കുള്ള മടക്കയാത്ര, ദൈവത്തിലേക്കും മാതാപിതാക്കളിലേക്കും ജീവൻ്റെ എല്ലാ കാരണങ്ങളിലേക്കും ജീവൻ്റെ വളർച്ചയുടെ എല്ലാ കാരണങ്ങളിലേക്കുമുള്ള മടങ്ങിപ്പോക്കുകളും ആഘോഷങ്ങളും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നൽകിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ വലിയ സുവിശേഷമാണ് നാം കണ്ടെത്തുക. ദൈവപിതാവിൻ്റെ കരുണാർദ്ര സ്നേഹം മനുഷ്യമക്കളെ തേടിയെത്തുന്നത് കന്യാമറിയമെന്ന ആ വലിയ വാതിലിലൂടെയാണ് എന്ന് നാം കാണുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാനില്ല എങ്കിലും സഭയുടെ പാരമ്പര്യങ്ങളിലും പുതിയ നിയമത്തിൻ്റെ അപ്രമാണീയ ഗ്രന്ഥങ്ങളായ പ്രത്യേകിച്ച് യാക്കോവിൻ്റെ ആദ്യ സുവിശേഷത്തിലും പുരാതന ക്രിസ്തീയ സാഹിത്യങ്ങളിലുമൊക്കെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെ വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ മാതാപിതാക്കളായ അന്നായും ജോവാക്കിമും യഹൂദ വംശത്തിലെ സമ്പന്നരായ ദമ്പതികളായിരുന്നു. യാക്കോവിൻ്റെ ആദ്യ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ കാര്യങ്ങളിലൂടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കൾ അന്നായും ജോവാക്കിയുമാണെന്ന് ലോകം അറിയാനിടയായത്. സുവിശേഷത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: അന്നായും ജോവാക്കിമും സമ്പന്നരായിരുന്നെങ്കിലും സമൂഹത്തിൽ ശ്രേഷ്ഠരായിരുന്നെങ്കിലും വാർദ്ധക്യത്തിലെത്തിയ അവർക്ക് മക്കളെ ദൈവം നൽകിയില്ല എന്നുള്ള വലിയൊരു ദുഃഖത്തോടു കൂടിയാണ് അവരുടെ ജീവിതം. യഹൂദ സംസ്കാരത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് സന്താനലബ്ധി ഇല്ലാത്തവർ ശാപഗ്രസ്തരാണെന്നുള്ള ആ വലിയ വേദന പേറിക്കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയത്തിന് വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ ഓഹരി നൽകാനായി തീരുമാനിച്ച ജോവാക്കിമിന് ആ ഓഹരി ദേവാലയം നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരസ്കരിക്കപ്പെട്ട വേദനയുമായി അദ്ദേഹം പിൻവാങ്ങിയത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്കായിരുന്നു. വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി ഭാര്യയിൽ നിന്ന് അകന്നു നിന്നി പ്രാർത്ഥനയും ഉപവാസവുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഇതേ സമയം തന്നെ അന്നായും പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചൊരുങ്ങിയ വേളയിൽ അബ്രാഹത്തിൻ്റെ ദൈവത്തോട് അവർ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. സാറ പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങയുടെ കാരുണ്യം എന്നിൽ കടന്നു വരുവോളം ഞാൻ കാത്തിരിക്കുന്നു. അതേ വാക്കുകൾ തന്നെയാണ് ജോവാക്കിമും ഉരുവിടുന്നത്: കർത്താവെ, അങ്ങയുടെ കാരുണ്യം കടന്നു വരുവോളം എനിക്ക് വെള്ളമോ ഭക്ഷണമോ വേണ്ട എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ്. ദൈവദൂതൻ അന്നായുടെ അരികിലെത്തുന്നുണ്ട്. അന്ന, നിന്നിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള വാക്ക് നൽകുന്നു. അതേസമയം തന്നെ അതേ ദൈവദൂതൻ ജോവാക്കിമിൻ്റെ അരികിലും എത്തുന്നതായി നാം കാണുന്നു. രണ്ടു പേർക്കും ലഭിച്ച ആ വാഗ്ദാനത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അവർ തിരികെ വരികയും ദൂതൻ പറഞ്ഞതുപോലെ തന്നെ
1 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിക്കുകയും അവൾക്ക് അവർ മറിയം എന്ന് പേര് നൽകുകയും ചെയ്തു. അവരുടെ സന്തോഷം പോലെ, അവരുടെ മുത്തുപോലെ, അവരുടെ സമുദ്രതാരം പോലെ, അവരുടെ നക്ഷത്രം പോലെ ആ മറിയം എന്നുള്ള പേര് ഈ ലോകത്തിൽ മുഴുവൻ വിളങ്ങുകയായിരുന്നു. മറിയത്തെക്കുറിച്ച് ഈ പാരമ്പര്യങ്ങൾക്കപ്പുറത്തായി വിശുദ്ധാത്മാക്കളുടെ വാക്കുകളിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ എപ്പിഫാനിയോസ് പറഞ്ഞു വച്ചിരിക്കുന്ന, സഭാപിതാവായ എപ്പിഫാനിയോസ് പറഞ്ഞു വച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ദാവീദ് ജെസയുടെ ഗോത്രത്തിൽ നിന്ന് വന്നു, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയവും. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അന്നായും ജൊവാക്കിമും മറിയത്തിൻ്റെ മാതാപിതാക്കളായിരുന്നു. മറിയം അവരുടെ പുത്രിയായിരുന്നു. മറിയം ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ അമ്മയുമായി തീർന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സഭയുടെ പഠനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വളരെ മനോഹരമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, നന്മ നിറഞ്ഞവളെ, നീ ഈ ലോകത്തെ വില തീരാത്ത ജന്മമാണ്. നന്മ നിറഞ്ഞവളെ, നീ ഈ ലോകത്തെ വില തീരാത്ത ജന്മമാണ്. നിഷ്കളങ്കമായ മാടപ്പിറാവാണ് നീ. ഒരിക്കലും ഒളിമങ്ങാത്ത ദീപമാണ് നീ. ഒരിക്കലും ഒളിമങ്ങാത്ത ദീപമായ നിന്നിലൂടെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അഗസ്തീനോസ് ഇതിനോട് ചേർന്ന് പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളിൽ അർത്ഥപൂർണമാക്കുവാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, മറിയത്തിൻ്റെ ജനനം ലോകത്തെ മുഴുവൻ പ്രകാശിതപൂരിതമാക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. ലോകത്തെ പ്രകാശപൂരിതമാക്കുവാനും ആനന്ദിപ്പിക്കുവാനും ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് നമ്മളൊന്ന് കടന്നു വരികയാണ്. മറിയത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്ത് ഒരു ത്രിവിധ കാര്യങ്ങളിലൂടെ നമുക്കിപ്പോൾ കടന്നു പോകാം. മറിയത്തിൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും നമുക്കൊന്ന് ഓർക്കാം. മറിയത്തിൻ്റെ കുടുംബം അത് ദൈവത്തിൻ്റെ കുടുംബമാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു ഇടമാണ്. മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ മേന്മ എന്താ? സമ്പത്തുണ്ടായിരുന്നു എന്നത് മാത്രമല്ല മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ മേന്മ, മറിച്ച് അവർ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവരായിരുന്നു എന്നുള്ളതായിരുന്നു സത്യമായിട്ടുള്ള കാര്യം. ദൈവത്തെ ഭൂമിയിൽ പ്രസാദിപ്പിച്ചത് വഴി അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു കൊണ്ട് മാത്രം അവർ സംതൃപ്തരായിരുന്നില്ല. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ശാപഗ്രസ്തമായ അപമാനഭാരം അവർ പേറിയിരുന്നു. ആ ദാരിദ്ര്യത്തിലേക്ക്, ആ ശൂന്യതയിലേക്ക്, ആ ഇല്ലായ്മയിലേക്ക് ദൈവത്തിൻ്റെ കൃപ പെയ്തിറങ്ങാൻ വേണ്ടി അവർ ഒരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. ദൈവത്തെ അവർ പരിപൂർണമായും ആശ്രയിച്ചു. ഒരുപക്ഷെ മറിയത്തിൻ്റെ ജീവിത വഴികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനും സാധിക്കും മാതാപിതാക്കൾ ചെയ്ത അതേ വഴികൾ അവളുടെ ജീവിതത്തിൽ ശക്തിവത്തായി തീരുന്നത്. ദൈവത്തിലേക്ക് തിരിയുന്ന ഈ മാതാപിതാക്കൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ശരണം വയ്ക്കുകയാണ്. ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് കാരുണ്യം വർഷിക്കുവോളം അത് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുകയാണ്. ദൈവത്തിലേക്ക് തിരിയുന്ന എല്ലാവർക്കും എന്താണ് സംഭവിക്കുക എന്ന് ഈ കുടുംബത്തിലേക്ക് നോക്കിയാൽ, ഈ ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞിനെ ലഭിച്ചു, അവർക്ക് വലിയ സന്തോഷമായി. ആ കുഞ്ഞിന് ലഭിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് ഒരുപക്ഷെ എല്ലാം മറന്ന് ദൈവത്തെപ്പോലും മറന്ന് ജീവിക്കുക എന്നൊരു ചിന്തയിലേക്കൊന്നും അവർ കടന്നു പോയില്ല. മറിച്ച് എന്താണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കുക? ആ കുഞ്ഞിനെക്കുറിച്ച് അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം ജനിക്കുന്നതിന് മുമ്പേ അവർ തമ്മിൽ പങ്കുവെച്ചു. എന്തായിരുന്നു ആ സ്വപ്നം? അവർ പറഞ്ഞു, ഈ കുഞ്ഞിനെ, ഈ ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കും. ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ള മംഗളകർമ്മത്തിന് വേണ്ടി അവരൊരുങ്ങുകയായിരുന്നു. 1-2 ദിവസമല്ല, 3 വർഷങ്ങളോളം ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർ ഒരുങ്ങി. അവസാനം 3-ാമത്തെ വർഷത്തിൽ ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന രംഗം ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കാര്യമാണ്. മറിയം അവിടെ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളുടെ വേദന നിറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കവേ തന്നെ ദൈവത്തിന് എല്ലാം വിട്ടുകൊടുക്കാനുള്ള അവരുടെ തീരുമാനം തീർച്ചയായിട്ടും സുദീർഘമായിട്ടുള്ളൊരു കാര്യമാണ്. മറിയം ചെയ്യുന്ന മറ്റൊരു കാര്യം ഇതാണ്, തിരിഞ്ഞു നോക്കാതെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ അവൾ ദേവാലയത്തിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് പാരമ്പര്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ ഏറെയുള്ള 2 കാര്യങ്ങളാണ് അതൊക്കെയും. മാതാപിതാക്കളുടെ ത്യാഗം,
മാതാപിതാക്കളുടെ ദൈവത്തിന് മുമ്പിലുള്ള സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും കുടുംബ പശ്ചാത്തലങ്ങളിലേക്കും നോക്കിയാൽ കുഞ്ഞുങ്ങളെ വളർത്താനും കുഞ്ഞുങ്ങളുടെ ജീവിത കാര്യങ്ങളിൽ നമ്മളുടെ ഇടപെടലുകളും മാതാപിതാക്കളുടെ തത്രപ്പാടുകളും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ദൈവത്തിന് വേണ്ടിയാണോ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്നും ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണോ കഷ്ടപ്പെടുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. തീർച്ചയായും മറിയത്തിൻ്റെ കുടുംബം നമ്മുടെ ജീവിതത്തിന് ഉത്തരം നൽകുന്നുണ്ട്. എങ്ങോട്ട് നോക്കി എങ്ങനെ നോക്കി ജീവിക്കണമെന്നുള്ള വ്യക്തത നമുക്ക് നൽകുന്നുണ്ട്. ഈ മറിയം എന്ന കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത്? മറിയം തൻ്റെ വ്യക്തിപരമായ ജീവിതം ജീവിച്ചു തീർത്ത ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ മുഴുവനും അന്ന പ്രവാചികയുടെയും മറ്റു പ്രവാചികമാരുടെയും അധ്യാപനം സ്വീകരിച്ചുകൊണ്ട് അവളവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായി. വളരെ മനോഹരമായി പറയുകയാണെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 24-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനവും 10-ാമത്തെ തിരുവചനവും നമുക്കതിന് ഉൾക്കാഴ്ച നൽകുകയാണ്. ഇപ്രകാരമാണ് വചനം പറയുക: സ്രഷ്ടാവ് എനിക്ക് ഒരു കൂടാരം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, യാക്കോവിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്ഥാപിക്കുക. വീണ്ടും 10-ാമത്തെ വചനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്, അത്യുന്നതൻ്റെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു, സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വാസമുറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള മറിയത്തിൻ്റെ വ്യഗ്രത 3-ാം വയസ്സ് തൊട്ട് ആരംഭിക്കുക. ഇന്നൊക്കെ നമ്മളൊന്ന് വെറുതെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളും ഒക്കെ ഈ ഒരു സമർപ്പണത്തിൻ്റെ വഴിയിൽ കൂടി തിരിച്ചുവിടാൻ ഒരു ദിശാബോധം കൊടുക്കാൻ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ കൂടെയുള്ളവർക്കോ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞിനെയും അനുസരിക്കാത്ത മക്കളെയൊക്കെ ഓർത്ത് നമ്മൾ കരയുകയും വേദനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറിയം കാണിച്ചു തരുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആഴപ്പെടുത്താം. മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ മറിയത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ആഴങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വലിയ വസ്തുതകൾ നമ്മൾ കുറച്ചു മുമ്പ് കേട്ടു. അവളുടെ ജനനം ലോകത്തെ പ്രകാശപൂരിതമാക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. ലോകത്തെ പ്രകാശപൂരിതമാക്കുക, ആനന്ദിപ്പിക്കുക, ഇത് വെറും 2 വാക്കുകളായി നാം കാണരുത്. മറിച്ച് മറിയത്തിലൂടെ സംഭവിക്കാനിരുന്ന ദൈവിക പദ്ധതിയുടെ ചുരുളുകളാണ് അത് മുഴുവനും. മറിയത്തിലൂടെ കടന്നു വന്ന പ്രകാശം അതാരാണെന്ന് നമുക്കറിയാം. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വീണ്ടും അവൻ നമ്മെ നോക്കി പറയുന്നുണ്ട്, അന്ധകാരപൂർണമായ അവസ്ഥയിൽ കഴിയുന്ന എല്ലാവരും നോക്കി. എന്ന് വെച്ചാൽ ആദ്യ മാതാപിതാക്കളുടെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പരിപൂർണമായി അകറ്റിയപ്പോൾ അവന് കൂട്ടുവന്നത് ഇരുട്ടാണ്. ബുദ്ധിയിലും ചിന്തയിലും വാക്കുകളിലും ബന്ധങ്ങളിലും എല്ലാത്തിലും പ്രവേശിച്ച ആ ഇരുട്ടിനെ അകറ്റുവാൻ, പാപത്തിൻ്റെ ആ ഇരുട്ടിനെ അകറ്റുവാൻ ഈ ഒരു നിത്യപ്രകാശത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ നിത്യപ്രകാശം കടന്നു വന്ന വഴിയാകട്ടെ മറിയമെന്ന വഴിയിലൂടെയാണ്. മറിയത്തിലൂടെ കടന്നു വന്ന ആ പ്രകാശത്തിന് പേര് യേശുക്രിസ്തു എന്നിട്ടപ്പോൾ യേശുക്രിസ്തു നമ്മെ നോക്കി പറഞ്ഞൊരു വാക്കുകൂടി ഇപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കണം: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ സംവാഹകരായി മാറേണ്ട ഒരു വലിയൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ലോകം വയ്ക്കുന്നുണ്ട്. ഇരുട്ടിനെ പഴിക്കുന്നവരാണ് പലപ്പോഴും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ധാർമ്മിക പരാജയങ്ങളെയും യുദ്ധങ്ങളെയും ഭീകരപ്രവർത്തനങ്ങളെയും കുടുംബ സംവിധാനങ്ങളിലെ തകർച്ചകളെയും ഒക്കെ നോക്കി വിലപിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മറിയം ഇന്ന് നമ്മളോട് പറയുക, മക്കളെ, നിങ്ങൾ പ്രകാശവാഹകരായി തീരണം. അവനിലേക്ക് നോക്കി നിങ്ങൾ പ്രകാശപൂരിതരായി തീരണം. ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ കൃപയാൽ നമ്മൾ ജ്വലിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിന്റെ പ്രകാശം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതചര്യ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന ദിവസം നമുക്കുള്ള വെല്ലുവിളിയായി മാറുക. നമുക്കും ചിന്തിക്കാം, പ്രകാശപൂരിതമായൊരവസ്ഥ സൃഷ്ടിക്കുവാൻ നമുക്ക് ചുറ്റും നമ്മളിൽ തന്നെ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനകളിൽ, നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിലൊക്കെ ഈ പ്രകാശത്തിൻ്റെ ഒരു അവസ്ഥ, ക്രിസ്തുവിൻ്റെ അവസ്ഥ സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് വീണ്ടും ഒരു ചിന്ത കൂടി നമുക്ക് തരുന്നുണ്ട് അമ്മ. ഇപ്രകാരമാണ് നാം കാണുക: അവൾ ലോകത്തെ ആനന്ദിപ്പിച്ചു. അവളുടെ ജനനം ലോകത്തെ ആനന്ദിപ്പിക്കുക. മറിയം ഇങ്ങനെ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ ചിത്തം
എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവൾ മുഴുവൻ ദൈവത്തിലായിരുന്നു. അവളുടെ ഉള്ളം മുഴുവനും ദൈവത്തിലായിരുന്നു. ഉള്ളം മുഴുവനും ദൈവത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിന് ആനന്ദം കൈവരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തീർന്നു പോകുന്ന സന്തോഷങ്ങളും തീർന്നു പോകുന്ന സുഖങ്ങളും മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായി ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു കരുതൽ ഉണ്ടാകണമെന്ന് ഉണ്ണിമേരി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവൾ ദേവാലയത്തിൽ വെച്ച് പഠിച്ച ഒരു നല്ല പാഠമുണ്ട്. നമ്മളൊക്കെ വീണ്ടും വീണ്ടും ഓർത്തിരിക്കേണ്ട ഒരു നല്ല പാഠം. എന്താണ് അവൾ ചൊല്ലിപ്പഠിച്ച ആദ്യത്തെ പാഠം? അവളുടെ പ്രവാചകന്മാർ, അധ്യാപകർ അവളെ പഠിപ്പിച്ചു, ദൈവം നിൻ്റെ പിതാവാണ്. ആ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു. ആ പിതാവ് നിന്നെ പരിപാലിക്കും. നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിൻ്റെ ദൈവം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം തൻ്റെ പിതാവാണെന്ന വലിയ ബോധ്യത്തിൽ വളർന്നു വന്ന ഇസ്രായേൽ കന്യകയാണവൾ. ഈ ബോധ്യം തൻ്റെ മകന് എല്ലാവിധത്തിലും അവൾ പകർന്നു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ നിഴലിച്ച് നിൽക്കുന്ന ഈ വാക്കുകൾ എപ്പോഴും പിതാവ് എൻ്റെ കൂടെയുണ്ട്, പിതാവിലല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പിതാവ് പറയുന്നതല്ലാതെ ഒന്നും പറയാൻ എനിക്കില്ല എന്നൊക്കെ പറയുന്ന യേശുവിൻ്റെ വാക്കുകൾ പിതാവിനോടുള്ള അഗാധമായ സ്നേഹം നമ്മൾ ചേർത്ത് വായിച്ചെടുക്കാം. പിതാവുമായിട്ടുള്ള ഈ ഒന്നാകൽ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പറുദീസായിൽ നഷ്ടപ്പെട്ട ഈ അനുഭവം ഇത് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പിതാവിൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്തിയ അനുഭവം. എന്നാൽ മറിയം ഇവിടെ പുതിയ സൃഷ്ടി ആരംഭിക്കുമ്പോൾ പുതിയ പറുദീസായുടെ വാതിലായി അവൾ മാറുകയാണ്. ഒരിക്കൽ പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് ദൈവം മറിയത്തിലൂടെ പറുദീസായുടെ വാതിൽ തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ ലുത്തിനിയായിൽ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കും, സ്വർഗത്തിൻ്റെ വാതിലേ എന്ന്. ഈ വാതിലിലൂടെ പ്രവേശിക്കുവാനായി നമുക്ക് ഒരുങ്ങുകയാണ് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനിയുമുണ്ട് ഈ തിരുനാളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ചിന്തിക്കാൻ. അന്ധകാരത്തിൻ്റെ നിഴലുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കുമുള്ള വലിയ പ്രത്യാശയുടെ അടയാളമാണ് മറിയത്തിൻ്റെ ജനന തിരുനാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാവം വരുത്തിവെച്ച കുരുക്കുകൾ അഴിക്കുവാൻ അവളിലൂടെയാണ് ദൈവം മനസ്സായത്. എങ്ങനെയാണ് അവളിലൂടെ ഈ കുരുക്കഴിക്കുന്ന പ്രക്രിയ ദൈവം ആരംഭിച്ചത്? ജീവിതത്തിൻ്റെ എല്ലാ കുരുക്കുകളും, പാപം ചെയ്തു തീർത്ത എല്ലാ കുരുക്കളും, ദൈവത്തിനെതിരെയുള്ള അനുസരണക്കേടുകൾ ഉണ്ടാക്കി വെച്ച എല്ലാ കുരുക്കുകളും അവൾ അഴിക്കാൻ തുടങ്ങിയത് സ്വന്തം ജീവിതത്തിൻ്റെ സമർപ്പണ ബോധ്യങ്ങളിലൂടെയാണ്. എന്ന് വെച്ചാൽ ഒരു വിപ്ലവം വഴിയായി അവൾ നൽകിയ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം നിറവേറിക്കൊള്ളട്ടെ എന്ന വാക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഈ സമർപ്പണത്തിൻ്റെ നിറബോധ്യത്തിലൂടെ അവൾ നമ്മോട് പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ് കുരുക്കഴിക്കാനുള്ള അവളുടെ ജീവിതചര്യകൾ. ഇന്ന് സഭയുടെ കുരുക്കുകൾ അമ്മയെ അഴിക്കുന്നുണ്ട്. അമ്മയുടെ അരികിൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലെ കുരുക്കുകൾ അവൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും സഭയുടെ കുരുക്കഴിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഇരണയൂസ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മറിയം തൻ്റെ അനുസരണത്താൽ എല്ലാ അനുസരണക്കേടുകളുടെയും ബന്ധനങ്ങൾ നമ്മളെ മോചിപ്പിക്കുന്നു. മറിയം തൻ്റെ വിശ്വാസത്താൽ എല്ലാ അവിശ്വാസത്തിൻ്റെയും ബന്ധനങ്ങൾ നമ്മൾ മോചിപ്പിക്കുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വഴികളെ പിഞ്ചില്ലാനുള്ള വലിയൊരു ബാധ്യത അവളുടെ ജനനം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമുക്കത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളോടുള്ള നമ്മുടെ ചോദ്യം. ഈ വിശ്വാസത്തിൻ്റെ വഴി, അനുസരണത്തിൻ്റെ വഴി, അതൊക്കെ അന്യം നിന്നു പോയൊരു വഴികളാണ്. വിശ്വാസത്യാഗങ്ങളും വിശ്വാസ തകർച്ചകളും ഏറെ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് അമ്മയിലേക്ക് നോക്കിയിട്ട്, മറിയത്തിൻ്റെ ജനനത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. കുറേ കൂടി വിശ്വാസത്തിൻ്റെ ജ്വലനമുള്ളവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ തിരുനാളിന് മറ്റൊരു വശം കൂടിയുണ്ട്. സ്ത്രീകളുടെ തിരുനാളായിട്ട്, സ്ത്രീകളുടെ നോമ്പായിട്ടൊക്കെ ഇത് എടുക്കുന്ന ഒരു രംഗം നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിൽ കാണുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങൾ വ്യക്തമായി പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്. 6-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം. ആ സംഭവം ഇപ്രകാരമായിരുന്നു. ഹിറയിലെ, ബസ്രയ്ക്കടുത്തുള്ള ഹിറയിലെ സ്ത്രീജനങ്ങളെ മുഴുവനും ബാഗ്ദാദ് ഖലീഫ അവരെ പിടിച്ചെടുത്തു. ആക്രമണത്തിൻ്റെ ഇടയിൽ സുന്ദരികളായ സ്ത്രീകളെ മുഴുവനും ദുരുപയോഗിക്കാനും അവരെ പീഡിപ്പിക്കാനുമുള്ള പരിശ്രമത്തിനിടയിൽ അവിടുത്തെ ബിഷപ്പിൻ്റെ വാക്കുകൾ കേട്ട് ഈ സ്ത്രീജനങ്ങൾ ഒരു പ്രത്യേക പ്രാർത്ഥന തുടങ്ങി. 3 ദിവസത്തേക്ക് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം അവരപേക്ഷിക്കുകയാണ്.
ഇപ്രകാരം ചരിത്രത്തിൽ കാണുന്നു. 3-ാം ദിവസം അവിടെ മുഴുവൻ ഒരു പ്രകാശം വരുന്നു ദേവാലയത്തിലും. ആ പ്രകാശത്തോടൊപ്പം മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ബാഗ്ദാദ് ഖലീഫ ഈ കോണിപ്പടി ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ഈ കോണിപ്പടിയിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് നാം കാണുക. തീർച്ചയായിട്ടും സ്ത്രീജനങ്ങൾ മുഴുവൻ സുരക്ഷിതരായി എന്ന് ചരിത്രം നമ്മളെ സാക്ഷിക്കുന്നുണ്ട്. പാരമ്പര്യം ഇതിന് പിൻബലമായി നമ്മുടെ മുമ്പിൽ വരുന്നുമുണ്ട്. മറ്റൊരു കാര്യം കേരളക്കരയിൽ നടന്നത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. 1789 കാലഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം കേരളക്കരയിൽ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആലുവായിൽ വെച്ച് സുന്ദരികളായ സ്ത്രീകളെ മുഴുവനും അദ്ദേഹം പീഡനത്തിന് വേണ്ടി, അതിക്രൂരമായ പീഡനത്തിന് വേണ്ടി നദിക്കരയിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഹിന്ദുക്കളോടും ക്രൈസ്തവരോടുമുള്ള തീരാത്ത പകയോടെ അദ്ദേഹം യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. അനേകായിരങ്ങളുടെ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി. ആ സാഹചര്യത്തിൽ ഈ സ്ത്രീജനങ്ങൾ മുഴുവനും ഒരു തീരുമാനമെടുത്തു. 8 ദിവസത്തേക്ക് പരിശുദ്ധ മാതാവിനെ വിളിച്ച് മാധ്യസ്ഥം അപേക്ഷിക്കാൻ. അങ്ങനെ ആ നദിക്കരയിൽ വെച്ച് അവർ ഉപവാസവും പ്രാർത്ഥനയുമായി 8 ദിവസം മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുകയാണ്. ഈ മാധ്യസ്ഥം തേടിയ 8-ാമത്തെ ദിവസമായപ്പോഴേക്ക് ചരിത്രത്തിൽ നാം കാണുന്നൊരു കാര്യം ഇതാണ്. ടിപ്പുവിനെ ആക്രമിക്കുവാൻ വേണ്ടി മോണിങ്ടൺ പ്രഭു, ഇംഗ്ലീഷ് അധിനിവേശത്തിൽ മോണിങ്ടൺ പ്രഭു കടന്നു വരികയും ഈ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായ ശ്രീരംഗപട്ടണത്തേക്ക് പോകാൻ പറ്റാതെ പിൻവാങ്ങപ്പെടുകയും അങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന വേളയിൽ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീഴുകയും ആ വീഴ്ച കുറേ നാളുകളോളം അദ്ദേഹം കിടപ്പിലായി അതിനൊടുവിൽ മരണം സംഭവിച്ചതായിട്ട് നമ്മൾ കാണുക. അവിടെയും സ്ത്രീജനങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു നോമ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഈ 8 നോമ്പ് അറിയപ്പെടാനിടയാവുകയും പ്രാർത്ഥനയിലേക്ക് വരാനിടയാവുകയും ചെയ്തത്. തീർച്ചയായും നമുക്ക് ഓർക്കാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അമ്മയുടെ ജനനം നൽകുന്ന വെല്ലുവിളി ഇതാണ്. അവളുടെ പ്രകാശത്തിലേക്ക് നോക്കി പ്രകാശിതരാകാൻ, അവളുടെ വിശ്വാസത്തിലേക്ക് നോക്കി നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റി വർദ്ധിപ്പിക്കാൻ, അവളുടെ പ്രത്യാശയിലേക്ക് നോക്കി പ്രത്യാശിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ, അവളുടെ ബോധ്യങ്ങളിലേക്ക് നോക്കി നമ്മുടെ നിലപാടുകളെ ഒന്ന് മാറ്റിച്ചവിട്ടാനുള്ള വലിയ വെല്ലുവിളി ദൈവം നമുക്ക് തരുന്നുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ഈ വലിയ കരുണാർദ്ര സ്നേഹം മറിയത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കൃപ മുഴുവനും സ്വന്തമാക്കാം. കൃപ നിറഞ്ഞ മറിയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവകൃപ നിറച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും വ്യക്തി ജീവിതവും അവളെപ്പോലെ സമർപ്പിത തുല്യമായി വിശ്വാസത്തിൽ മുന്നേറാൻ, ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുന്ന മക്കളായി മുന്നേറുവാൻ, അങ്ങനെ അവളെപ്പോലെ അവസാനം നിത്യതയിൽ ലയിച്ചു തരാൻ നമുക്കെല്ലാം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും മാതൃവാത്സല്യവും നമ്മളെ പിന്തുടരട്ടെ, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.